അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം ബാക്കിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നതിനും നല്ല മൊരിഞ്ഞ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവും ഉപ്പും പഞ്ചസാരയും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടിയിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുമിച്ച് എടുത്ത് ഒഴിക്കരുത്. ആദ്യം 1 കപ്പ് ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ്സിലൊക്കെ മാവ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മാവിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ കറക്റ്റ് പരുവത്തിന് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കലക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പൊ മാവ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലോ ഫ്രിഡ്ജിലോ ഏത് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി മുട്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മുട്ട മാത്രം എടുത്താലും മതിയാവും. പക്ഷെ 2 മുട്ട ചേർക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് 2 മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ 1 മുട്ട എടുത്താലും മതി. ആ ഒരു സമയത്ത് 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ആ മാവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്ന മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ആ മാവും മുട്ടയും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മിക്സിയിൽ മാവും മുട്ടയും ഒരുമിച്ചിട്ട് എടുക്കരുത്. ഇതുപോലെ വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒന്ന് അടിച്ചതിന് ശേഷം പ്രത്യേകം വേണം മുട്ട അടിച്ചെടുത്തിട്ട് മാവൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പലഹാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാടങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഫ്ലെയിം കൂട്ടിയിടരുത്, ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വെക്കുക. ഇനി നമ്മുടെ ബാറ്റർ നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഇതിൽ നിന്നും 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. മാവ് ഒഴിച്ച് ഉടൻ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, മാവ് ഇതുപോലെ സൈഡിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഒന്ന് വീർത്ത് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് തവയിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പലഹാരം എല്ലാം എന്താ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്